नमः। ॐ शक्ति पराशक्ति। ॐ नमः शिवाय। ॐ नमो नारायणाय। ॐ नमो भगवते वासुदेवाय। हर हर महादेव शंभो महादेव. ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ. ഇന്ന് നമുക്ക് വായിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഭാഗം 58 ചഞ്ചുള പാപവിമുക്തി ആകുന്നു എന്നുള്ള ഭാഗമാണ് വായിക്കാനുള്ളത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ദേവിമാരിൽ തന്നെ പലതരത്തിലുള്ള ദേവിമാരുണ്ടല്ലേ, പല പ്രകൃതിയിലുള്ള ദേവിമാരുണ്ട്. അതായത് ശിവഭഗവാൻ തന്നെയാണ് ഈ ദേവിമാരെയെല്ലാം സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ ആ ദേവിയിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ ഇതില് വളരെ ശാന്ത സ്വഭാവത്തിലുള്ള ദേവിമാരുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ഘോരമായിട്ടുള്ള കോപ സ്വഭാവത്തിലുള്ള ദേവിമാരും ഉണ്ട്. അപ്പൊ അതില് ശാന്ത സ്വരൂപത്തിലുള്ള ദേവിമാരെന്ന് പറയുമ്പോൾ അത് സരസ്വതി, ശരണ്യ, ലക്ഷ്മി ദേവി, മഹാലക്ഷ്മി, ശ്രീ പാർവതി ദേവി, ഉമാദേവി, അങ്ങനെയുള്ള കുറേ ദേവിമാരുണ്ട്. അങ്ങനെ ഒരുപാട് ദേവിമാര്, നമുക്ക് ഭവാനി ദേവി, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ശാന്ത സ്വരൂപത്തിലുള്ള ദേവിമാരുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കോപ സ്വഭാവത്തിലുള്ള ദേവിമാരാണ്. അതാണ് ശ്രീഭദ്രാദേവി, ഭദ്രകാളി, കപാലിനി, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഒരുപാട് രൂപങ്ങളുണ്ട്. സിംഹാരൂഢ, അങ്ങനെയൊക്കെ ഒരുപാട് ദേവിമാരുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ദേവിമാരും ഉണ്ട്. വളരെയധികം ദേഷ്യ സ്വഭാവത്തിൽ വരുന്ന, അതിലും കുറെ കൂടി കഠിനമായിട്ടുള്ള കോപ ഇതിൽ വരുന്നതാണ് കരിങ്കാളി, അങ്ങനെയൊക്കെ പറയുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞില്ല, ആ ദേവിയാണ് ഈ അസുരന്മാരൊക്കെ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി, അതായത് ദുഷ്ട മനസ്സുള്ളവരില്ലേ, അവരൊക്കെ പണ്ട് കാലങ്ങൾ തൊട്ടേ മൃഗബലിയൊക്കെ കൊടുത്ത് പ്രീതിപ്പെടുത്തി അങ്ങനെ ദേവിയിൽ നിന്ന് വരപ്രസാദങ്ങളൊക്കെ വാങ്ങുന്നു. ദേവിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് വരപ്രസാദങ്ങൾ, പെട്ടെന്ന് തന്നെ അനുഗ്രഹങ്ങൾ കൊടുക്കുകയും ചെയ്യും. അതാണ് അതിലും വലിയ കഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അതിശക്തമായിട്ടുള്ള ദേവീഭാവങ്ങളുണ്ട്. അത് അസുരകാളി എന്നൊക്കെ പറയും. അപ്പൊ ഈ അസുരകാളി ഭാവത്തില് ആ ദേവിയെ പൂജിക്കുന്ന വെച്ചാൽ അസുരന്മാരാണ്, അതായത് ആസുരിക ഗുണമുള്ളവര്. കാരണം അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്ത ആസുരിക ഗുണമുള്ളവരാണ് അങ്ങനെയുള്ള ദേവിയൊക്കെ പൂജിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന അസുരകാളി എന്ന് പറയുന്ന ദേവിയെയും സൃഷ്ടിച്ചിരിക്കുന്നത് മഹാദേവനാണ്. മഹാദേവന്റെ ജടയിൽ നിന്നാണ് വീരഭദ്രൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വീരഭദ്രൻ, അങ്ങനെയുള്ള കുറെ ഭഗവാന്റെ തന്നെ കോപഭാവം വരുന്ന ദേവന്മാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അവര് അങ്ങനെയുള്ളത് പൂജിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും അവർക്ക് എന്തും പിടിച്ചടക്കിയിട്ട് തങ്ങളുടെ അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്ത് ദ്രോഹം ചെയ്തിട്ട് അല്ലെങ്കിൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടും അവരെന്ത് ചെയ്യും, അതിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അങ്ങനെ പലപ്പോഴും നമുക്ക് അറിയില്ല ആരാണ് ഇത് തെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ കണ്ണിൽ ചിലപ്പോൾ കാണുന്നതായിരിക്കില്ല സത്യങ്ങൾ, നമുക്ക് അറിയില്ല ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ഇതിന്റെ സത്യം എന്നുള്ളത് നമുക്കറിയില്ല. അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. ഇത് ആരാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ സമൂഹത്തിൽ ചെയ്തു കൂട്ടുന്നത്, ആരാണ് ഇതിന് പിന്നിലുള്ള സത്യം എന്താണ്, അസത്യം എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. ഇത് ചെയ്യുന്നത് ആരാണ്, ഇത് ചെയ്യിപ്പിക്കുന്നത് ആരാണ്, ഇനി ഒരു വിഭാഗത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മറ്റൊരു വിഭാഗം ഇത് ചെയ്യുന്നതാണോ, അതോ ആ വിഭാഗത്തിൽ തന്നെയുള്ളവർ ഇത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണോ, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, നമുക്കറിയില്ല. നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇത് ആരാണ് ഇതിൽ സത്യം, ആരാണ് ഇതിൽ കള്ളം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ആ ഭഗവാനോടും ദേവിയോടായാലും നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. ഇങ്ങനെയുള്ള അസുരന്മാരുടെ കൂടെ നിൽക്കരുത്,
അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ആസുരിക ഗുണമുള്ള ഇങ്ങനെ ക്രൂരമായിട്ടുള്ള അതായത് ഇങ്ങനെ ക്രൂരമായിട്ടുള്ള മനസ്സുള്ളവരെ എന്തും ചെയ്ത് തങ്ങളുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഒരാളെ വധിക്കാനും മടിക്കാത്ത, അല്ലെങ്കിൽ ഒരാളെ അപകീർത്തിപ്പെടുത്ത, അല്ലെങ്കിൽ ഒരാളെ ദ്രോഹിക്കാനും മടിക്കാത്ത അങ്ങനെ സ്വഭാവം ഉള്ളവരുടെ കൂടെ നിൽക്കരുത് എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കാന്നുള്ളതാണ് എല്ലാവരും. ഹരഹര മഹാദേവ ശംഭു മഹാദേവ. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യരെ പ്രാർത്ഥിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടും കൂടി ആയിരിക്കണം. മനസ്സിലായോ? ഇനി നമുക്ക് ഭാഗം 58 ഹരഹര മഹാദേവ ചഞ്ചുള പാപവിമുക്തയാകുന്നു എന്നുള്ള ഭാഗം നമുക്ക് വായിക്കാം കേട്ടോ. സമുദ്രത്തിന്റെ നിഗൂഢ പ്രദേശത്ത് ബാഷ്കളം എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. വൈദിക കർമ്മങ്ങളിൽ നിന്ന് ഭ്രഷ്ടരും കർമ്മ തൽപരരുമായിരുന്ന കുറെ ബ്രാഹ്മണരാണ് അവിടെ താമസിച്ചിരുന്നത്. ദുഷ്ടന്മാരായ അവർ സദാനേരവും വിഷയഭോഗങ്ങളിൽ മുഴുകി കഴിഞ്ഞു പോന്നു. ഈശ്വരവിശ്വാസവും ധർമ്മബോധവും അവരെ തൊട്ടു തീണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പുരുഷാർത്ഥങ്ങളിൽ തികച്ചും അജ്ഞനായിരുന്ന അവരുടെ ജീവിതം പശുക്കളുടേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല. മാനവ സമൂഹത്തെ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും സദാചാര നിഷ്ഠയുടെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ ബാധ്യസ്ഥരായ ആ ബ്രാഹ്മണർ പാപകർമ്മങ്ങളിലൂടെ അധപ്പതിച്ചപ്പോൾ ആ ഗ്രാമത്തിലെ മറ്റു ജനങ്ങളും ദുഷ്കർമ്മ തൽപരരായി. സ്ത്രീകളും കുട്ടികളും വ്യഭിചാരിണികളും സദാചാര ശുദ്ധി നഷ്ടപ്പെട്ടവരുമായി തീർന്നു. അങ്ങനെ ബാഷ്കള ഗ്രാമം ദുർജനവാസഭൂമിയായി മാറി. ആ ഗ്രാമത്തിൽ ബിന്ദുകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു അധമ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അയാളുടെ ഭാര്യ ആ ഗ്രാമത്തിലെ മറ്റു നാരിമാരെ അസൂയപ്പെടുത്തുന്ന വിധത്തിലുള്ള സുന്ദരിയായിരുന്നുവെങ്കിലും ബിന്ദുകൻ ദുർമാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ചഞ്ചുളയുടെ സൗന്ദര്യം ഏതൊരു പുരുഷനെയും കൊതിപ്പിക്കും വിധത്തിൽ ആകർഷകമായിരുന്നു. സൗന്ദര്യം പോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി അവൾ ധർമ്മബോധമുള്ളവളായിരുന്നു. അനേകം വർഷം അവൾ സദാചാര നിഷ്ഠയോടെ ജീവിച്ചു. അവൾ പലപ്പോഴും കാമപീഡിതയായിട്ടും ധർമ്മത്തെ ഭയന്ന് ക്ലേശം സഹിച്ചു ജീവിച്ചു. പക്ഷേ ദുരാചാരിയായ ബിന്ദുകന്റെ പ്രവൃത്തി മൂലം അവളും തെറ്റുകൾക്ക് വശമതയായി. അപ്പോ ഒരു ബ്രാഹ്മണർ മാത്രം തിങ്ങിപ്പാർത്തിരുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം തെറ്റുകൾ മാത്രം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ഈ നന്മ പറഞ്ഞു കൊടുക്കേണ്ട ബ്രാഹ്മണർ തന്നെ വളരെയധികം തെറ്റുകൾ ചെയ്തതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലുള്ള എല്ലാ ഗ്രാമവാസികളും തന്നെ തെറ്റുകൾ ചെയ്യുന്നവരായി തീരുകയാണ്. അങ്ങനെ ഈ ഗ്രാമത്തില് ബിന്ദുകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായിരുന്നു. ചഞ്ചുള എന്നായിരുന്നു ആ നാരിയുടെ പേര്. പക്ഷെ ഈ ചഞ്ചുള തന്റെ ഭർത്താവ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ചഞ്ചുളയും അതുപോലെ തന്നെ തെറ്റിലേക്ക് പോവുകയാണ്. അവൾ പലപ്പോഴും കാമപീഡിതയായിട്ടും ധർമ്മത്തെ ഭയന്ന് ക്ലേശം സഹിച്ച് ജീവിച്ചു. പക്ഷേ ദുരാചാരിയായ ബിന്ദുകന്റെ പ്രവൃത്തി മൂലം അവളും തെറ്റുകൾക്ക് വശംവദയായി. അങ്ങനെ ദുരാചാരങ്ങളിൽ മുഴുകിയ മൂഢരായ ആ ദമ്പതികൾ അവരുടെ ജീവിതം ദീർഘകാലം വ്യർത്ഥമാക്കി കളഞ്ഞു. അങ്ങനെയിരിക്കെ ശൂദ്രജാതിയിൽപ്പെട്ട ഒരു ഗണികയുടെ ഭർത്താവായി തീർന്ന ബിന്ദുകൻ സമയാനുസാരം മൃത്യുവിനെ സ്വീകരിച്ച് നരകത്തിലേക്ക് പോയി. ദീർഘകാലം നരകത്തിൽ കിടന്ന് ദുരിതം അനുഭവിച്ച അയാൾ വിന്ധ്യാപർവ്വതത്തിൽ ഒരു വിശാചാരിയായി ജനിച്ചു. ബിന്ദുകന്റെ നരകയാത്രയ്ക്ക് ശേഷം ചഞ്ചുള സ്വപുത്രന്മാരോടൊപ്പം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഈ ബിന്ദുകൻ എന്ത് ചെയ്യുകയാണ്, ഒരു സ്ഥലത്ത് പോവുകയാണ്. അവിടെ പോയിട്ട് അവിടെ ഒരു എന്ത് ചെയ്യുകയാണ്, ശൂദ്ര ജാതിയിൽപ്പെട്ട ഒരു ഗണികയുടെ ഭർത്താവായിട്ട് അവിടെ ജീവിക്കുകയാണ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഈ ബിന്ദുകൻ എന്ത് ചെയ്യുകയാണ്, മരണപ്പെടുകയാണ്. അങ്ങനെ ബിന്ദുകൻ എവിടേക്കായിരിക്കും പോകുന്നത്? നരകത്തിലേക്കായിരിക്കും പോകുന്നത് അല്ലേ? കാരണം ഈ ബിന്ദുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പാപം ചെയ്ത ഒരാളെ എവിടേക്കായിരിക്കും പോകുന്നത്? നരകത്തിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെ ഈ ബിന്ദുകനും നരകത്തിലേക്ക് പോവുകയാണ്. മരണത്തിന് ശേഷം നരകത്തിലേക്ക് പോവുകയാണ്. അതേസമയം ബിന്ദുകന്റെ ഭാര്യയായിട്ടുള്ള ചഞ്ചല സ്വപുത്രന്മാരോടൊപ്പം സ്വന്തം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ കഴിയവേ ഭാഗ്യമെന്നോണം ഒരു പുണ്യദിനത്തിൽ അവൾ അടുത്ത ബന്ധുക്കളോടൊപ്പം ഗോകർണ ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു. തീർത്ഥയാത്രക്കാരുടെ കൂട്ടത്തിലായിരുന്നതിനാൽ അവൾ സഹയാത്രികർക്കൊപ്പം അനേകം തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് ആന്തരിക ശുദ്ധി നേടി. പിന്നീട് ഉത്സവം കാണാനുള്ള കൗതുകത്തോടെ അവൾ ഒരു ശിവക്ഷേത്രത്തിലാണ് ചെന്നുപെട്ടത്. ക്ഷേത്രാങ്കണത്തിന്റെ ഒരു ഭാഗത്തിരുന്ന് ഒരു ബ്രാഹ്മണൻ ശിവപുരാണം പാരായണം ചെയ്യുകയും അതിന്റെ അർത്ഥം ലളിതമായ ഭാഷയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു.
ശ്രീ പരമേശ്വരന്റെ കഥാപീയൂഷം ആസ്വദിക്കുവാനുള്ള നിറവാർന്ന ശുദ്ധ മനസ്സോടെ അവിടെ കൂടിയിരുന്നവർക്കിടയിൽ ചഞ്ചുളയും ചെന്നിരുന്നു. പരപുരുഷന്മാരോടൊത്ത് വ്യഭിചരിക്കുന്ന സ്ത്രീകൾ യമലോകത്തെത്തുമ്പോൾ യമദൂതന്മാർ പഴുപ്പിച്ച ഇരുമ്പ് ദണ്ടുകൊണ്ട് പ്രഹരിക്കും. ഇപ്രകാരം പറഞ്ഞ ബ്രാഹ്മണൻ അതിനെ സാരഗർഭമായ അർത്ഥവും വ്യക്തമാക്കി. ഇത് കേൾക്കാനിടയായ ചഞ്ചുളയുടെ ഹൃദയം വ്യാകുലമായി തീർന്നു. കഥാവർണ്ണനാനന്തരം ഭക്തജനങ്ങളെല്ലാം അവിടെ നിന്ന് പോയെങ്കിലും ചഞ്ചുള അവിടെ നിൽക്കുകയും ഭയഭക്തി ബഹുമാനങ്ങളോടെ അന്ന് ആ ബ്രാഹ്മണനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ചഞ്ചുള എവിടേക്ക് പോവുകയാണ്? ഒരു ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പല പല ക്ഷേത്രങ്ങളും ദർശിക്കുകയാണ്. അവിടെ ഒരാൾ ശിവപുരാണം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ശിവപുരാണം വായിക്കുന്ന സമയത്ത് അവിടെ കൂടി നിന്നിരുന്ന ചഞ്ചുളയോട് ചഞ്ചുളയോടും മറ്റുള്ള സ്ത്രീകളോടും ആയിട്ട് പറയുകയാണ്, കഥാപീയൂഷം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്ന് പറയുകയാണ്, ഈ പരപുരുഷന്മാരോടൊത്ത് വ്യഭിചരിക്കുന്ന സ്ത്രീകൾ യമലോകത്തിൽ എത്തുമ്പോൾ യമദൂതന്മാർ പഴിപ്പിച്ച ഇരുമ്പ് ദണ്ട് കൊണ്ട് പ്രഹരിക്കും എന്നുള്ള കാര്യം അവിടെ പറയുകയാണ്. ഇപ്രകാരം പറഞ്ഞ ബ്രാഹ്മണൻ അങ്ങനെ ഒരു കാര്യം അവരോടെല്ലാവരോടും പറയുകയാണ്. ഇപ്രകാരം പറഞ്ഞ ബ്രാഹ്മണൻ അതിന്റെ സാരഗർഭമായ അർത്ഥവും വ്യക്തമാക്കി. ഇത് കേൾക്കാനിടയായ ചഞ്ചുളയുടെ ഹൃദയം വ്യാകുലമായി തീർന്നു. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കേൾക്കാനിടയായപ്പോ ചഞ്ചുളയുടെ മനസ്സിൽ എന്ത് ഉണ്ടാവുകയാണ്? ആ പശ്ചാത്താപം ഉണ്ടാകുകയാണ്. അങ്ങനെ ചഞ്ചുളയുടെ ഹൃദയം എന്ത് ചെയ്യുകയാണ്? വ്യാകുലമായി തീരുകയാണ്. കഥാവർണ്ണാന്തരം ഭക്തജനങ്ങളെല്ലാം അവിടെ നിന്ന് പോയെങ്കിലും ചഞ്ചുള അവിടെ നിൽക്കുകയും ഭയഭക്തി ബഹുമാനങ്ങളോടെ അന്ന് ആ ബ്രാഹ്മണനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട ഉടനെ ചഞ്ചുള എന്ത് ചെയ്യുകയാണ്? എല്ലാവരും പോയതിനു ശേഷം ആ ബ്രാഹ്മണനോടായിട്ട് ചെന്ന് ചോദിക്കുകയാണ്, അല്ലയോ ബ്രാഹ്മണോത്തമ, ഞാൻ സ്വധർമ്മം മറന്ന് സദാചാരനിഷ്ഠ തെറ്റിച്ച് ജീവിച്ചവളാണ്. അനേകം ദുഷ്പ്രവർത്തികൾ ഞാൻ ചെയ്തിരിക്കുന്നു. അനുപമ കൃപാനിധിയായ അങ്ങയുടെ താത്വികോപദേശം എനിക്ക് തന്ന് എന്നെ ഉദ്ധരിക്കണം. ദൃഷ്ടഹൃദയത്തിലുള്ള മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ തക്ക വിധത്തിലുള്ള അങ്ങയുടെ ശിവകഥാകഥനം വൈരാഗ്യവും ഭക്തിയും ഉണ്ടാക്കാൻ ഉപകരിക്കുന്നവയാണ്. എനിക്ക് സംസാരത്തിൽ പൂർണ്ണ വിരക്തി ഉണ്ടായിരിക്കുന്നു. കുരിശിത മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് എനിക്ക് എന്തെല്ലാം ദുർഗതികളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം നടുങ്ങുകയാണ്. അങ്ങേപോലുള്ള ഒരു മഹാത്മാവിന് മാത്രമേ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനാവുകയുള്ളൂ. മൃത്യുകാലം സമാഗതമാകുമ്പോൾ യമദൂതന്മാരെ ഞാൻ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്? എന്റെ കഴുത്തിൽ കാലപാശം കുരുക്കിടാൻ ഇടവരുത്താതെ അങ്ങ് എന്നെ ഉദ്ധരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ ചഞ്ചുള പറയുകയാണ്, ഞാനും ഇതുപോലെ വളരെയധികം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്റെ ഭർത്താവ് ഇതുപോലെ മറ്റുള്ള അന്യ സ്ത്രീകളുടെ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഞാനും പലതരത്തിലുള്ള അന്യ പുരുഷന്മാരുടെ കൂടെ പോയി പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും മരണശേഷം നരകയാതനകൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. പക്ഷെ അങ്ങേ പോലുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് അങ്ങേക്ക് എന്തെങ്കിലും എനിക്ക് വേണ്ടി സഹായം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചഞ്ചുള ആ ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്. ദുഃഖവും വൈരാഗ്യവും മൂലം ചഞ്ചുളയുടെ ഹൃദയം കലുഷിതമായി. പരിവേദനത്താൽ ദുഃഖിതയായി കാൽക്കൽ വീണുകിടക്കുന്ന ആ യുവതിയെ ബ്രാഹ്മണൻ കാരുണ്യാതിരേകത്തോടെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അനന്തരം ഉപദേശ രൂപത്തിൽ പറഞ്ഞു, മകളെ, നീ ഭാഗ്യവതിയാണ്. കാരണം ശ്രീ പരമേശ്വരന്റെ മംഗളാസ്പദമായ കഥ കേൾക്കാനും അതിലൂടെ മനസ്സിൽ വൈരാഗ്യം ഉദിക്കുവാനും ഇടയായത് ആ ജഗദീശ്വരന്റെ കൃപ കൊണ്ട് മാത്രമാണ്. നന്മയുടെ മാർഗം നിന്റെ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. അതിനാൽ നീ ഭഗവാൻ ശംഭുവിന്റെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുക. അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ എല്ലാ ദുരിതങ്ങളും അഗ്നിയിൽ ഉണങ്ങിയ ഇല പോലെ ദഹിച്ചു പോകുന്നതാണ്. ശിവകഥയിൽ അധിഷ്ഠിതമായ പരമമായ തത്വം നിനക്ക് പറഞ്ഞു തരാം. അത് ശ്രദ്ധയോടെ കേട്ടറിഞ്ഞാൽ സുഖവും സദ്ഗതിയും ഉണ്ടാകുന്നതാണ്. ശിവകഥാശ്രവണം കൊണ്ടാണ് പശ്ചാത്താപം ഉണ്ടായതും നിന്റെ ബുദ്ധി ശുദ്ധീഭവിച്ചതും. മാത്രമല്ല, നിനക്കിപ്പോൾ വിഷയവൈരാഗ്യം ഉണ്ടായിരിക്കുന്നത് സത്യമാർഗത്തിലൂടെയുള്ള പ്രയാണം ത്വരിതപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യും. സകല പാപങ്ങൾക്കും പശ്ചാത്താപമാണ് പരിഹാരമായി മുനിമാർ വിധിച്ചിരിക്കുന്നത്. മനോശുദ്ധി ഉണ്ടാകുവാൻ ശിവപുരാണ കഥ ശ്രവണത്തേക്കാൾ മഹത്തായി മറ്റൊന്നുമില്ല. പരബ്രഹ്മം തന്നെയാണ് ഭഗവാൻ ശ്രീ ശങ്കരൻ എന്ന കാര്യം നീ അറിയുക.
അപ്പോ നീ ഭാഗ്യവതിയാണ്. കാരണം നീ ഈ ശിവപുരാണം ശ്രവിച്ചതിലൂടെ, ഈ ശിവപുരാണം നീ കേട്ടതിലൂടെ അല്ലെങ്കിൽ വായിച്ചതിലൂടെ നിന്റെ സകല വിധത്തിലുള്ള പാപങ്ങൾ ഇല്ലാതായിരിക്കുകയാണ്. ആ പരബ്രഹ്മം എന്ന് പറയുന്നത് തന്നെ ആ ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് നന്മ ഉണ്ടായിരിക്കുകയാണ് എന്ന് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പറയുകയാണ്. ശ്രീ ശങ്കരൻ പരബ്രഹ്മം തന്നെയാണ്, പരബ്രഹ്മം തന്നെയായ ഭഗവാനാണ് ശ്രീ ശങ്കരൻ എന്നുള്ള കാര്യം നീ മനസ്സിലാക്കുക എന്ന് പറയുകയാണ്. ഭഗവാന്റെ കഥാശ്രവണവും മന്ത്രശ്രവണവും മന്ത്രജപവും ഭക്തന്റെ മനോദർപ്പണത്തെ സംശുദ്ധമാക്കുന്നു. ഇപ്രകാരം ശുദ്ധീഭാവം കൈവരിക്കുന്നു. തന്മൂലം ആ ഭക്തനെ മോക്ഷത്തിന് അർഹനാക്കി തീർക്കുന്നു. അതിനാൽ നീ നിത്യവും ഭഗവാന്റെ കഥ കേൾക്കുകയും അദ്ദേഹത്തെ പൂജിക്കുകയും ചെയ്യണം. കഥകൾ ശ്രദ്ധയോടെ കേട്ടതിനു ശേഷം അത് മനനം ചെയ്ത് ശക്തിപ്പെടുത്തണം. മനുഷ്യനായി ജന്മം ലഭിച്ചിട്ടും മോക്ഷം നേടാത്തവൻ പശുവിന് തുല്യമാണ്. എന്തെന്നാൽ അവൻ മായാബന്ധനത്തിൽ നിന്നും മോചിതനാകുന്നില്ല. അപ്പോ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നതാണ് അത് മനുഷ്യനെ ശക്തിപ്പെടുത്തുകയും അതുപോലെ മനുഷ്യനായിട്ട് ജന്മം ലഭിച്ചിട്ട് കൂടി മോക്ഷം നേടാത്തവനെന്ന് പറയുന്നത് പശുവിന് തുല്യമാണ് എന്നാണ് ഇവിടെ ആ ബ്രാഹ്മണൻ പറയുന്നത്. എന്തെന്നാൽ അവൻ മായാബന്ധനത്തിൽ നിന്നും മോചിതനാകുന്നില്ല, അവൻ മായാബന്ധനത്തിൽ നിന്നും മോചിതനാകുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്, മഹാദേവനോട് നാം പ്രാർത്ഥിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്. നമ്മെ ഈ മായയിൽ നിന്ന്, ഈ മായാമോഹ വലയങ്ങളിൽ നിന്ന്, ഈ മായയിൽ നിന്ന് നമ്മളെ നീക്കി സായുജ്യം നൽകണമേ എന്നാണ് നമ്മൾ ആ മഹാദേവനോട് പ്രാർത്ഥിക്കേണ്ടത്. അത് തന്നെ നമുക്ക് ഇപ്പോൾ ഈ അവസരത്തിലും പ്രാർത്ഥിക്കാം. ഈ മായയെ നീക്കി നമുക്ക് സായുജ്യം നൽകണേ ഭഗവാനെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിലും ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. ഇപ്രകാരം ചഞ്ചുളയ്ക്ക് ആധ്യാത്മിക തത്വോപദേശം നൽകി അവളുടെ അകതാരിൽ ഈശ്വര ചിന്തയുടെ സനാതന ജ്യോതിസ് പ്രകാശിപ്പിച്ച ശേഷം ആ ബ്രാഹ്മണൻ മൗനം ഭജിച്ചു. ശ്രീ പരമേശ്വരന്റെ മഹത്വങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിർമ്മലമായ ഹൃദയത്തിൽ ഭക്തി പ്രകർഷമുണ്ടായി. അത് അതിന്റെ ആനന്ദ ലഹരിയിൽ ലയിച്ചു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. ഭഗവാന്റെ കഥാമൃതം അനുഭവിക്കാൻ അപൂർവ ഭാഗ്യമുണ്ടായ ചഞ്ചുളയുടെ മനസ്സിലും ആനന്ദ നിർവൃതി ഉണ്ടാകുകയും കണ്ണുകളിൽ നിന്ന് ആനന്ദ ബാഷ്പം കപോലങ്ങളിലൂടെ ഒലിച്ചിറങ്ങുകയും ചെയ്തു. അവാജ്യമായ സുഖത്തിൽ രമിക്കുകയായിരുന്ന അവളുടെ നാവിൽ നിന്ന് ഹൃദ്യമായ വാക്കുകൾ ഉതിർന്നു വീണു. ബ്രാഹ്മണോത്തമ, ശിവഭക്തന്മാരിൽ അങ്ങ് ശ്രേഷ്ഠനാണ്. അങ്ങ് ധന്യനും സമദർശിയുമായതിനാലാണ് പാപപങ്കിലമായ എന്റെ മനസ്സിൽ ശിവകഥാ പീയൂഷം പകർന്ന് എന്നെ ശുദ്ധീകരിച്ചത്. മാനവ ജന്മത്തിന്റെ മഹത്വം അറിയാതെ ചെയ്ത തെറ്റുകൾ മൂലം നരകത്തിലേക്ക് പോകാൻ തക്ക വിധത്തിൽ പാപാംശമുണ്ടായിരുന്ന എന്നിൽ പരബ്രഹ്മ തത്വ ദർശനത്തിന്റെ കെടാവിളക്ക് തെളിയിച്ചത് അങ്ങാണ്. അങ്ങ് കൃപയോടെ ഈ ഉള്ളവൾക്കായി പ്രദാനം ചെയ്തത് പരമ കല്യാണപ്രദമായ മോക്ഷമാർഗമാണ്. അതിനാൽ ഞാൻ ഇവിടെ തന്നെ വസിച്ച് അങ്ങയെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനങ്ങ് എന്നെ അനുവദിക്കണം. അങ്ങനെ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ അനുവാദത്തോടുകൂടി ചഞ്ചുള അദ്ദേഹത്തെ പരിചരിച്ചു പോന്നു. ഭഗവാൻ ശ്രീ ശങ്കരനിൽ ഭക്തി ഉണ്ടാകാൻ പര്യാപ്തമായ ധാരാളം കഥകൾ അദ്ദേഹം ആ ഭക്തയെ പഠിപ്പിച്ചു. ക്രമേണ അവളുടെ ചിന്താതർപ്പണം ശുദ്ധമാകുകയും അവിടെ സദാശിവന്റെ സഗുണരൂപം തെളിയുകയും ചെയ്തു. അവളുടെ ഹൃദയോദ്യാനത്തിൽ തെളിഞ്ഞ ഭഗവാന്റെ ദിവ്യമംഗള രൂപത്തിൽ അവൾ ലയിച്ചു. ഭഗവാനോടുള്ള അലൗകിക പ്രേമം അവളിൽ അനുദിനം വികസിച്ചു കൊണ്ടിരുന്നു. ത്രിപുരാന്തകനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അയച്ചു കൊടുത്ത വിമാനത്തിൽ കയറി അവൾ കൈലാസത്തിലേക്ക് പോയി. അങ്ങനെ ഈ ചഞ്ചുള ആ ബ്രാഹ്മണ ശ്രേഷ്ഠനോട് പറയുകയാണ്, അങ്ങ് ധന്യനാണ്, അങ്ങ് ഇത്രയും വലിയൊരു ശിവഭക്തനാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങയെ സേവിക്കാൻ കഴിയാന്ന് പറയുന്നത് എന്റെ ഭാഗ്യമാണ്. അതുകൊണ്ട് അങ്ങയെ സേവിക്കാനുള്ള, അങ്ങയുടെ പാദസേവ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമെന്ന് ചഞ്ചുള അദ്ദേഹത്തോട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം അതിനുള്ള അവസരം നൽകുകയാണ്. അങ്ങനെ ചഞ്ചുള ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പാദസേവകൾ ചെയ്യുക, സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ആ ശിവഭഗവാനോടുള്ള ഭക്തി വർദ്ധിക്കുകയും അങ്ങനെ ശിവകഥകൾ ശ്രവിക്കുകയും അങ്ങനെ ശിവഭഗവാനിലേക്ക് വളരെയധികം ഭക്തി ഉണ്ടാവുകയും മനസ്സിലയിക്കുകയും അങ്ങനെ ഒരു വിമാനം വരികയും ആ വിമാനത്തിൽ കയറി ചഞ്ചുള എവിടേക്ക് പോവുകയാണ്? ശിവലോകത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ചഞ്ചുളയ്ക്ക് ശിവലോക പ്രാപ്തി ലഭിക്കുകയാണ്. അങ്ങനെ ശ്രീ പരമേശ്വരൻ അയച്ചു കൊടുത്ത വിമാനത്തിൽ കയറി അവൾ കൈലാസത്തിലേക്ക് പോയി. ചഞ്ചുളയുടെ സമസ്ത പാപങ്ങളും നശിച്ചു കഴിഞ്ഞിരുന്നു. അതോടെ തന്നെ ചഞ്ചുളയുടെ സമസ്ത പാപങ്ങളും നശിച്ചു കഴിഞ്ഞിരുന്നു. അവൾക്ക് ചാരുതയാർന്ന ഒരു ദിവ്യരൂപം കൈവന്നു കഴിഞ്ഞിരുന്നു.
ശ്രീ പാർവതിയെ പോലെ തിളങ്ങിയ ചഞ്ചുള ശ്രീ ശങ്കര ഭഗവാനെ ദർശിച്ചു. അവിടെ ഗണേശ ഭഗവാനും നന്ദികേശ്വരൻ, വീരഭദ്രൻ തുടങ്ങിയവർ ഭഗവാനെ സേവിച്ചു നിൽക്കുന്നത് അവൾ കണ്ടു. സഹസ്രകോടി സൂര്യപ്രഭയെ വെല്ലുന്ന കാന്തിയോടെ ഇരിക്കുന്ന ഭഗവാന്റെ വാമഭാഗത്തായി ശ്രീ പാർവതിയും സാന്നിധ്യം കൊണ്ടിരുന്നു. അനന്തരം പാർവതീദേവി അവളെ സഖികളിൽ ഒരാളായി സ്വീകരിച്ചു. അങ്ങനെ ശിവലോക പ്രാപ്തി കിട്ടുകയും അങ്ങനെ ശിവലോകത്തെത്തുകയും അവിടെ പാർവതീ ദേവിയുടെ കൂടെ പത്നി സമേതനായിട്ടിരിക്കുന്ന ശിവഭഗവാനെയും ഗണപതി ഭഗവാനെയും മുരുകനെയും എല്ലാം ചഞ്ചുള കാണുകയാണ്. അങ്ങനെ ചഞ്ചുളയെ പാർവതീ ദേവി എന്ത് ചെയ്യുകയാണ്? തന്റെ സഖിമാരിൽ ഒരാളായി ചഞ്ചുളയെ പാർവതീ ദേവി ഏറ്റെടുക്കുകയാണ്. അപ്പൊ നോക്കൂ, ചഞ്ചുള എങ്ങനെയുള്ള പാപഭംഗിലമായിട്ട് നടന്നൊരു സ്ത്രീയാണല്ലേ. പക്ഷെ ഭഗവാന്റെ ശിവപുരാണ കഥ ശ്രവിച്ചതിലൂടെ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയതിലൂടെ ആ ചഞ്ചുള പാപവിമുക്തിയാവുകയാണ്. ആ ചഞ്ചുളയുടെ മനസ്സിൽ പശ്ചാത്താപം ഉണ്ടാവുകയാണ്. അങ്ങനെ ഭഗവാന്റെ കൈലാസ പ്രാപ്തി വരെ ചഞ്ചുളയ്ക്ക് ഉണ്ടാവുകയാണ്. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ, ഓം നമ ശിവായ. അപ്പൊ ഇത് തന്നെയാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് അല്ലേ. എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ മറ്റുള്ള കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾ ഇല്ലാതാവുന്നത്, ഇങ്ങനെയുള്ള മായയെല്ലാം നമ്മളിൽ നിന്ന് നീങ്ങുന്നത്. അപ്പൊ ആ മായ നീങ്ങാൻ വേണ്ടിയും കൂടി ആയിരിക്കണം നാം ഭഗവാനോട്, പരമശിവനോട് പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ ആ മായ ഇല്ലാതാവുന്നത്, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ഇല്ലാതായി ഭഗവാനിലേക്ക് എത്താനുള്ള ഭഗവത് സാക്ഷാത്കാരം നമുക്ക് ലഭിക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ പാപങ്ങളെല്ലാം നശിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. ചഞ്ചുളയുടെ കഥ തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ്. ഇനി എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഹര ഹര മഹാദേവ. അസുരകാളി, അതായിരുന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അസുരകാളിയോട് ആദ്യമേ തന്നെ ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് തന്നെ ഞാൻ ദേവിയോട്, അമ്മയായ ഭദ്രകാളി ദേവിയോട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇനി എനിക്ക് പറയാനുള്ള അസുരകാളിയോടാണ്. ഈ അസുരകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഘോര രൂപിണിയായിട്ടുള്ള ഒരു ദേവതയാണ് അസുരകാളി. ഈ അസുരകാളി തന്നെ ഉത്ഭവിച്ചിരിക്കുന്നത് ശിവഭഗവാനിൽ നിന്നാണ്. പക്ഷെ ഈ അസുരകാളിയാണ് ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അസുരകാളിയോട് കുറച്ച് കാര്യം പറയാനുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെയുള്ള അസുരന്മാരുടെ കൂടെ നിൽക്കുന്നത്? നീ ഇങ്ങനെയുള്ള അസുരന്മാരുടെ കൂടെ നിന്നതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുന്നത്? ഇങ്ങനെയുള്ള അസുരന്മാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സജ്ജനങ്ങളായിട്ടുള്ള മനുഷ്യരെ എല്ലാം ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാര് വധിക്കും, കൊന്നൊടുക്കും. അവസാനം ഈ ഭൂമിയിൽ സജ്ജനങ്ങളില്ലാതെ ആയിത്തീരും. അല്ലെങ്കിൽ സജ്ജനങ്ങളെല്ലാം അവരുടെ സന്മാർഗം സ്വീകരിച്ച് അവർ ഈ ഭൂമിയിൽ നിന്ന് എല്ലാവരും തന്നെ ഭഗവാന്റെ ലോകത്തേക്ക് പോകും. അത് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ അസുരന്മാർ മാത്രമായി തീരും. അതുകൊണ്ട് നീ ഒരിക്കലും ഈ അസുരന്മാരുടെ കൂടെ നിൽക്കരുത്. നീ എപ്പോഴും അസുരന്മാരുടെ കൂടെ മാത്രമേ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് നീ ഒരിക്കലും അസുരന്മാരുടെ കൂടെ നിൽക്കരുത്. ഇതാണ് എനിക്ക് അസുരകാളിയോട് പറയാനുള്ളത്. അതുപോലെ തന്നെ എൻ്റെ അമ്മയായാലും എപ്പോഴും ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ് പോകുന്നത്. അത് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ അസുരകാളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് ഭദ്രകാളി ദേവിയാണ്. പക്ഷെ ഒരുപാട് കരഞ്ഞ് വിഷമിച്ച് ഒരുപാട് ദുഃഖങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദുഷ്ടരുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. പലപ്പോഴും ദുഷ്ടർക്കാണ് നല്ല നന്മയെല്ലാം ഉണ്ടായിട്ടുള്ളത്. അവർ വലിയ വീടുകൾ വെക്കുക, അവർ നമ്മളെ പല രീതിയിൽ ചതിച്ച് ദ്രോഹിച്ച് പല ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അസുരരുടെ കൂടെ നിൽക്കുന്നത് ഈ അസുരകാളിയാണ്. അപ്പൊ ഈ കാളിദേവിയോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ ഈ അസുരന്മാരുടെ കൂടെ നിൽക്കാതിരിക്കുക. കാരണം ഈ അസുരന്മാരെന്ന് പറയുന്നത് അവർ നമ്മുടെ ഭൂമി നശിപ്പിക്കുന്നവരാണ്. അവരുടെ കൂടെ നിൽക്കരുത്. പക്ഷെ ഈ അസുരകാളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുരന്മാരുടെ കൂടെ നിൽക്കാനാണ് ഈ അസുരകാളിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. അത് അസുരന്മാരുടെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. ഇപ്പൊ സാധാ ഭദ്രകാളി ദേവി പറഞ്ഞാൽ പോലെ ഈ അസുരകാളി അനുസരിക്കത്തില്ല. അതുപോലെ ശിവഭഗവാനിൽ നിന്നാണ് വന്നത്. തൻ്റെ അച്ഛനാണ് ശിവഭഗവാൻ. ശിവഭഗവാൻ പറഞ്ഞാൽ പോലും ഈ അസുരകാളി അനുസരിക്കത്തില്ല. അതാണ് ഈ അസുരകാളിയുടെ സ്വഭാവം. അതുകൊണ്ട് ഈ അസുരകാളി കുറച്ച് നാളത്തേക്ക് ബാലഭദ്രയായിട്ട് ഇരിക്കട്ടെ, അതാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം കുറച്ച് നാളത്തേക്ക് ബാലഭദ്രയായിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് ശക്തിയൊക്കെ കുറയും. ഈ അസുരന്മാരുടെ ശക്തിയും കുറച്ച് കുറയും.
അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള ഈ അനീതികളും ഇങ്ങനെ അവന്മാർ ചെയ്യുന്ന കൊലപാതകങ്ങളും ഒക്കെ ഇല്ലാതാവും. അതുകൊണ്ട് ഈ അസുരകാളി ആര് പറഞ്ഞാലും അനുസരിക്കുകയില്ല. ഈ അസുരന്മാരുടെ കൂടെ തന്നെ ഈ അസുരകാളി നിൽക്കുകയുള്ളൂ. ഭദ്രകാളി ദേവി പറഞ്ഞാൽ പോലും ഈ അസുരകാളി അനുസരിക്കുകയില്ല, അസുരന്മാരുടെ കൂടെ നിൽക്കും. എന്തിനാണ് നീ ഈ അസുരന്മാരുടെ കൂടെ നിൽക്കുന്നത്? അവര് നിനക്ക് വേണ്ടി പല ദ്രവ്യങ്ങളും കൊണ്ട് കാഴ്ചവെക്കും, നിനക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറ്റുള്ള സാധാരണക്കാരുള്ള സജ്ജനങ്ങളെ അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ള മനസ്സിൽ നന്മയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ കൂടെ അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിനക്ക് കൊണ്ടുവന്ന കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതും നിനക്ക് വേണ്ടിയിട്ട് കുരുതി നടത്തുന്നതും രാത്രി കാലങ്ങളിൽ നിനക്ക് വേണ്ടി കുരുതി പൂജ നടത്തുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. നല്ലവരുടെ കൂടെ നീ നിൽക്കുക, ഇനിയെങ്കിലും ഈ അസുരന്മാരുടെ കൂടെ നീ നിൽക്കാതിരിക്കുക. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ കുറച്ചു നാളത്തേക്ക് ബാലഭദ്ര രൂപത്തിൽ അവിടെ ഇരിക്കുക. അസുരകാളിയായിട്ടുള്ള നീ കുറച്ചു നാളത്തേക്ക് ബാലഭദ്ര രൂപത്തിൽ ഇരിക്കുക. എങ്കിൽ മാത്രമേ ഈ കേരളത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്ത സമയത്തും കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതാണ്. ഈ അസുരകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആളല്ല കേട്ടോ. വളരെ നമ്മളെ ഈ ദേവന്മാരെ അവർക്ക് ഒരു ബഹുമാനവും ഇല്ല. എപ്പോഴും ഈ അസുരന്മാരുടെ കൂടെ നിൽക്കുകയുള്ള രക്തം മാംസം ഇതൊക്കെയാണ് ഇഷ്ടം. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കൂടെയാണ് ഈ അസുരകാളി നിൽക്കുന്നത്. ഭദ്രകാളി ദേവി പറഞ്ഞാൽ പോലും ഈ അസുരകാളി ദേവി അനുസരിക്കാറില്ല. അതുകൊണ്ട് തന്നെ രക്തചാമുണ്ടി പറഞ്ഞാൽ പോലും ഈ അസുരകാളി അനുസരിക്കാറില്ല, ഈ അസുരന്മാരുടെ കൂടെയാണ് നിൽക്കുന്നത്. ഇനിയെങ്കിലും ഈ അസുരന്മാരുടെ കൂടെ നിൽക്കുന്നത് നിർത്തുക, മനസ്സിലായോ? അത് മാത്രമാണ് നമുക്ക് സജ്ജനങ്ങളെ ഈ കേരളത്തിൽ തന്നെ നല്ലതാക്കാനും ഈ സജ്ജനങ്ങളെ രക്ഷിക്കാനും ഉള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഈ അസുരകാളിയുടെ വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? ആരും ഇപ്പം നിരീശ്വരവാദികളായിട്ടുള്ള കുറേ പേരുണ്ട്. അവര് ഒരു പ്രാർത്ഥന ചെയ്തില്ലെങ്കിലും ഈ അസുരകാളി അവരെ കൂടെയും പോയി നിൽക്കും. നെഗറ്റീവാണ്, ഫുള്ള് നെഗറ്റീവാണ്. ഇത് പറഞ്ഞ അനുസരിക്കത്തേയില്ല. ശിവഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചതെന്ന് അറിയാമോ? അതായത് നല്ലവരുടെ കൂടെ നിൽക്കാൻ ഒരുപാട് നന്മയുള്ള ദൈവങ്ങളുണ്ട്. ഭദ്രദേവി ഉണ്ട്, ദുർഗദേവി ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് നല്ല ദേവിമാരുണ്ട്. അപ്പൊ ഈ അസുരന്മാരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ല. അപ്പൊ ഈ അസുരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഭൂമിയിൽ കൂടുതലും അസുരന്മാരും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസുരകാളീനെ ശിവഭഗവാൻ സൃഷ്ടിച്ചത്. ഇപ്പൊ അത് ശിവഭഗവാന് തന്നെ തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ശിവഭഗവാൻ പറഞ്ഞാൽ പോലും ഈ അസുരകാളി അനുസരിക്കത്തില്ല. എത്ര പ്രാവശ്യം പറഞ്ഞു എന്നറിയാമോ ഈ അസുരകാളിയോട്, ഈ ദുഷ്ടന്മാരുടെ കൂടെ നിൽക്കരുതെന്ന്. പക്ഷെ ഈ സാധനം ഇത് കേൾക്കത്തില്ല, ഈ അസുരകാളി അത് കേൾക്കത്തില്ല, മനസ്സിലായി? അപ്പം ഈ അസുരകാളി കുറച്ചു നാളത്തേക്ക് ബാലഭദ്ര രൂപത്തിൽ ഇരിക്കട്ടെ. കുറച്ചു നാളത്തേക്ക് ആ ശക്തിയൊക്കെ ഒന്ന് കുറഞ്ഞ് ബാലഭദ്ര രൂപത്തിൽ ഇരിക്കുമ്പോഴേക്കെ പഠിക്കുകയുള്ളൂ. അപ്പൊ പിന്നെ ഈ അസുരന്മാരുടെ കൂടെ നിൽക്കില്ലല്ലോ. അന്നേരം ഇവിടെ പാവപ്പെട്ട നല്ലവരെയൊന്നും ഈ അസുരന്മാര് ദുഷ്ടന്മാരായിട്ടുള്ള ഹൃദയമുള്ള ക്രൂരന്മാരായിട്ടുള്ളവർ വധിക്കില്ലല്ലോ. അപ്പൊ ഈ അസുരന്മാരുടെ തന്നെ മക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ കുഞ്ഞുങ്ങളോടാണ് ഈ ദേവിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് ഇപ്പൊ ഭദ്രദേവി ആയാലും അങ്ങനെയാണ്, ഈ അസുരന്മാരുടെ കുഞ്ഞുങ്ങളോടാണ് വളരെയധികം ഇഷ്ടം. അല്ല, ദേവന്മാരുടെ ആയാലും നമ്മൾ നല്ല മനുഷ്യരുടെ ആയാലും കുഞ്ഞുങ്ങളോട് ഈ ഭദ്രകാളി ദേവിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ അസുരകാളിക്ക് എന്ന് പറഞ്ഞാൽ, ഈ അസുരകാളിക്ക് ഈ ദുഷ്ടന്മാരാണെങ്കിൽ കൂടിയും ഇവരുടെ കുഞ്ഞുങ്ങളോടൊരു സെന്റിമെന്റ്സ് ഉണ്ട്. ഇതുകൊണ്ടാണ് ദേവി കൂടുതലായിട്ട് ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരുടെ കൂടെ നിൽക്കുന്ന കാര്യം ഇതാണ്, മനസ്സിലായോ? പക്ഷെ അങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല. കുട്ടികളോട് നിൽക്കുന്നെങ്കിൽ കുറച്ച് നാളത്തേക്ക് ബാലഭദ്രയായിട്ട് ഇരിക്കട്ടെ, കുറച്ച് നാളത്തേക്ക് ബാലഭദ്രയായിട്ട് ഈ അസുരകാളി ഇരുന്നിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ സംരക്ഷണമായിട്ട് നിൽക്കട്ടെ, ഈ അസുരന്മാരുടെ കുട്ടികളോട് സംരക്ഷണമായിട്ട് നിൽക്കട്ടെ. പക്ഷെ ഈ അസുരന്മാർക്ക് സംരക്ഷണമായിട്ട് അല്ലെങ്കിൽ ഈ അസുരന്മാരുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. അവന്മാരുടെയൊക്കെ കുറച്ച് കോപവും കുറച്ച് വൈരാഗ്യവും ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളും ആർത്തിയും ഇങ്ങനെയുള്ള മോഹങ്ങളൊക്കെ ഒന്ന് കുറയട്ടെ അവന്മാരുടെ. അവന്മാരിനി എന്തിനാഗ്രഹിച്ചാലും എന്തിനു വേണ്ടിയിട്ട് അവന്മാർ തെറ്റ് ചെയ്താലും അവന്മാർക്ക് ഉടനടി ശിക്ഷ കിട്ടട്ടെ. അപ്പൊ അവന്മാർ പഠിക്കും. അന്നേരം ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ദുഷ്ടക്രൂരതകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം അവന്മാർ നിർത്തിവെക്കുന്നതായിരിക്കും. അതുകൊണ്ട് അസുരകാളി കുറച്ച് നാളത്തേക്ക് ബാലഭദ്ര രൂപത്തിൽ ഇരിക്കട്ടെ. ഇത് തന്നെയാണ് മഹാദേവന്റെയും തീരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഭൂമിയെ അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ.
ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്നേ. പാർവതി ദേവി പറഞ്ഞ അനുസരിക്കില്ല, അതുപോലെ ദുർഗാദേവി പറഞ്ഞ അനുസരിക്കില്ല, ഭദ്രദേവി പറഞ്ഞ അനുസരിക്കത്തില്ല, ശിവഭഗവാൻ പറഞ്ഞ അനുസരിക്കത്തില്ല, വിഷ്ണു ഭഗവാൻ പറഞ്ഞ അനുസരിക്കത്തില്ല, ബ്രഹ്മാവ് പറഞ്ഞ അനുസരിക്കത്തില്ല. ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുരകാളി ഭാവത്തിരിക്കുന്ന ഈ അസുരകാളി അനുസരിക്കത്തില്ല. അപ്പൊ ഈ അസുരകാളി അത് അനുസരിക്കണം. ശരണ്യദേവിയാണ്, ശരണ്യ എന്ന് പറയുന്നത് അറിയാം. ആ ശരണ്യദേവി പറഞ്ഞാൽ പോലും ഈ അസുരകാളി അനുസരിക്കത്തില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് ഈ അസുരകാളി ബാലഭദ്ര രൂപത്തിൽ ഇരിക്കട്ടെ. അപ്പൊ മാത്രമേ ഈ അസുരന്മാർക്ക് അവരുടെ ശക്തിക്ഷയം ഉണ്ടാവുകയും ഈ അസുരന്മാരുടെ കൂടെ സപ്പോർട്ടിന് ആരും ഇല്ലാതാവുകയും അങ്ങനെ ഈ അസുരന്മാർക്ക് തോൽവി സംഭവിക്കുകയും ചെയ്യുള്ളൂ. അപ്പോഴേ ഇവന്മാരുടെ മനസ്സിൽ ഇവന്മാര് പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടി ആർത്തിക്ക് വേണ്ടിയിട്ടും ആരെയും കൊല്ലുന്ന സ്വഭാവവും തിന്നുന്ന സ്വഭാവവും ഇങ്ങനെയുള്ള ദുഷ്ട സ്വഭാവവും ഒക്കെ ഇല്ലാതാവുകയുള്ളൂ. അവന്മാർക്ക് അടിക്കടി ശിക്ഷകൾ കുറച്ച് ശിക്ഷകൾ കിട്ടും. അപ്പൊ ഇവന്മാര് കുറച്ചൊന്ന് താഴ്ന്നു വരും. മനസ്സിലായോ? അപ്പം അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ ഭൂമിയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഈ അസുരകാളി എന്ന് പറയുന്ന ഭാവത്തിലുള്ള ദേവി കുറച്ച് നാളത്തേക്ക് ബാലഭദ്ര രൂപത്തിൽ ഇരിക്കട്ടെ. ഇതാണ് മഹാദേവന്റെയും തീരുമാനം. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഹര ഹര മഹാദേവ. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അമ്പാടി, കാൾമി സുരേഷ്, പ്രജീഷ് സേതു ഉമാധവൻ, പ്രജീഷ് സേതു മാധവൻ, സെൽവിൻ, ആദർശ്, ഇത്രയും പേരാണ് കേട്ടോ ഇന്നത്തെ ശിവപുരാണത്തിന്റെ പാരായണം കേൾക്കാനായിട്ട് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ. അത് സന്തോഷം തന്നെയാണ്. ഇപ്പൊ കുറച്ച് പേര് വന്നാലും സാരമില്ല. നിങ്ങളിത് എത്ര പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, എത്ര പേരിലേക്ക് അറിയിക്കാൻ കഴിയും അത്രയും പേരിലേക്ക് അറിയിക്കാം. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, RKSP വ്ളോഗ് എന്നാണ് അതിൻ്റെ പേര്. അതിലേക്ക് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ കോപം, നമ്മുടെ കോപം എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് അല്ലേ കോപം എന്ന് പറയുന്നത്. ഇപ്പം ഈ കോപം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ സമാധാനം ഇല്ലാതാവും, നമുക്ക് പരസ്പരമുള്ള സ്നേഹം ഇല്ലാതാവും, ഇതെല്ലാം ഇല്ലാതാവും അല്ലേ ഈ കോപം. അപ്പം ഈ കോപം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് വലിയ വീട് കിട്ടിയത് കൊണ്ടോ അങ്ങനെയൊന്നും നമുക്കതല്ല. പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ആ ഒരു സ്നേഹം, നമ്മളോട് ഇപ്പൊ ഭർത്താവായാലും നമ്മളോട് സ്നേഹം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമുള്ളൂ അല്ലേ. അപ്പൊ ആ സ്നേഹവും സമാധാനവും ആ സംരക്ഷണവും ആ കെയറിങ്ങും ഇതെല്ലാം നമുക്ക് ഉണ്ടാവണം പരസ്പരം. എങ്കിൽ മാത്രമേ അത് നമുക്ക് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയത്തില്ല. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ മാത്രമേ നമുക്ക് ലക്ഷ്മിത്വം ഉണ്ടാവുള്ളൂ, അവിടെ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് ആ സന്തോഷം എല്ലാവരും കൊണ്ടുവരാന്നുള്ളതാണ്. ആ കുടുംബത്തിൽ ആ ഐക്യതയും കുടുംബത്തിൽ ആ സ്നേഹവും കൊണ്ടുവരാന്നുള്ളതാണ്. ചിലരോട് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അവരുടെ ഉള്ളിൽ ഈ ആസുരികത്വമാണ്. ചില നാളുകാരുണ്ട്, ആസുരിക പ്രകൃതിയുള്ള നാളുകാരാണ് അവരപ്പോ എന്തായാലും ആ ആസുരിക പ്രകൃതി തന്നെയായിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എപ്പോഴും ദേഷ്യപ്പെടുന്ന സ്വഭാവമായിരിക്കും, ഉച്ചത്തിൽ മാത്രമേ സംസാരിക്കൂ, അങ്ങനെയുള്ളതായിരിക്കും. ചിലർ ഉറക്കെ സംസാരിക്കുന്നവരെ ചില മനസ്സ് ശുദ്ധമായിരിക്കാം, എന്നാലും കൂടുതൽ ഇത് ഇറിറ്റേറ്റിംഗ് ആണ്. മറ്റുള്ളവർക്ക് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഓരോരുത്തരുടെ കുടുംബ ക്ഷേത്രങ്ങൾ അവിടെ പോവാന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പൊ അവിടെ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബത്തില് ആ സ്നേഹവും സമാധാനവും ആ ഐക്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ദേവിയോടായാലും ഭഗവാനോടായാലും പ്രാർത്ഥിക്കേണ്ടത്. ഈ സമാധാനത്തിന്റെ പാത സ്വീകരിക്കുന്നതുകൊണ്ടാണ് പലരും ശിവഭക്തിയിലോട്ട് ശ്രീകൃഷ്ണ ഭക്തിയിലോട്ടും ഒക്കെ പോകുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. കാരണം ഇവർക്ക് ഈ കൂടെയുള്ളവരുടെ ഈ ഒരു ദേഷ്യഭാവവും ഇങ്ങനെയുള്ള ഒരു ഇതും ഇറിറ്റേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവർ സമാധാനപരമായിട്ടുള്ള ദൈവങ്ങളെ അവർ അഭയം പ്രാപിക്കുന്നത്. ശ്രീബുദ്ധനെ ആയാലും അയ്യപ്പനെ ആയാലും അല്ലെങ്കിൽ ഹനുമാൻ സ്വാമീനെ ആയാലും അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെ ആയാലും ശ്രീകൃഷ്ണനെ ആയാലും ശിവഭഗവാന്റെ ശാന്തസ്വരൂപത്തിലുള്ള ശിവഭഗവാനെ ആയാലും അങ്ങനെയൊക്കെ ദേവിയുടെ തന്നെ സ്വാത്വിക ഭാവത്തിലുള്ള ദേവിമാരെയൊക്കെ ആയാലും അവർ പൂജിച്ച് പോകുന്നത്, അവർ ഇതിൽ നിന്ന് കൺവേർട്ട് ആവുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അവർ പിന്നീട് അവർക്ക് ഇങ്ങനെ ഉള്ള ഭദ്ര ദുർഗ ഇതൊന്നും അവർക്ക് പൂജിക്കാൻ അവർക്ക് തോന്നില്ല. അവർ സ്വാത്വിക ഇതിലേക്ക് പോകും, അല്ലെങ്കിൽ അവർ ആ ഒരു ഇതിലേക്ക് മാറും. അവർ നാരായണനിലേക്കോ അങ്ങനെയൊക്കെ അവർ ലക്ഷ്മി ദേവി അങ്ങനെയൊക്കെ മാറും. ഇപ്പൊ കുടുംബത്തിൽ തന്നെ ഇപ്പൊ എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ തന്നെ അമ്മയുടെ കുടുംബത്തിൽ ലക്ഷ്മി ദേവിയാണ് ഇരിക്കുന്നത്. സാത്വിക രാജസ ഭാവമാണ് ദേവിക്ക് എന്ന് പറയുന്നത്.
പക്ഷെ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഭദ്രകാളി ദേവിയാണ്, മനസ്സിലായോ? പക്ഷെ ഞാനിപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മിത്വ ആ ഒരു ഇതിലേക്കാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ അമ്മയുടെ വഴി വരുന്ന കുടുംബദേവി ആയിരിക്കും എൻ്റെയും കുടുംബദേവി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാരണങ്ങളാണ് അല്ലേ, അതിന് ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ കാണും. അതിൽ പല കാരണങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ. എന്ന് വെച്ചിട്ട് നമ്മൾ ഭദ്രദേവിയെ തള്ളിക്കളയുന്നു അങ്ങനെയല്ല, നമ്മൾ പോവാതിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നില്ല, ദേവിയോട് ഇഷ്ടമില്ല എന്നുള്ളതല്ല, നമുക്ക് അതെല്ലാം ഉണ്ട്. എന്നാലും കുറച്ചുകൂടി സാത്വിക ഭാവം നമുക്ക് കുറച്ചുകൂടി ആ ഒരു രാജസ സാത്വിക ഭാവമായിരിക്കും കുറച്ചുകൂടി തമോ ഗുണത്തിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം അതാണ് നമുക്ക് കുറച്ചുകൂടി സമാധാനം നമുക്ക് ഉണ്ടാക്കി തരുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഏറ്റവും വലുതെന്ന് പറയുന്നത് സമാധാനമാണ്. നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സമാധാനമാണ് അല്ലേ. ഈ സമാധാനം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഇപ്പം എനിക്കായാലും എൻ്റെ കൂടെ കുറെ, എൻ്റെ കുടുംബത്തിൻ്റെ ഇത് വരുമ്പോൾ എനിക്കായാലും എൻ്റെ കൂടെ കുറേ ലക്ഷ്മിമാരുണ്ടാവും. അപ്പം ഈ ലക്ഷ്മിമാരെല്ലാം എനിക്ക് മാത്രം സ്വന്തമാണ്, അല്ലെങ്കിൽ അവരുടെ സ്വന്തമാണ് ഞാൻ. അപ്പം ആ ലക്ഷ്മിമാർ നമുക്ക് സ്വന്തമാണ്. നമ്മൾ അത് ആർക്കും എന്ത് രീതിയിലായാലും നമ്മൾ വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വിട്ടു പോകാൻ നമ്മൾ പാടില്ല. അതുപോലെ നിനക്കൊരു കുടുംബമുണ്ട്, നിനക്ക് കുറേ ലക്ഷ്മിത്വമുള്ള സ്വഭാവമുണ്ട്, നിന്റെ ലക്ഷ്മിമാരുണ്ടെങ്കിൽ അതെല്ലാം നിനക്ക് മാത്രമാണ് സ്വന്തം, മനസ്സിലായി. അതിനെ വിട്ട് നീ വേറെ ഒക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഒരു ഇത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പം ഏതുണ്ടെങ്കിലും നമ്മളത് സംരക്ഷിക്കാനുള്ളത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഇതിൽ. ഭക്തിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുള്ളതായിട്ടുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. നമ്മളിൽ ഓരോ ശക്തി ചൈതന്യങ്ങൾ തന്നെയുണ്ട്. ഈ ശക്തി ചൈതന്യങ്ങൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത് ആ ശക്തി ചൈതന്യങ്ങളെ പിടിച്ചെടുക്കാൻ നോക്കുക. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവരങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും, മനസ്സിലായോ? അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മായയിൽ പെട്ട് കിടക്കുന്നതുകൊണ്ട് ഇവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഇവരെന്താണ്, ആരാണ്, ഇവരുടെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള ശക്തികൾ എന്താണ്, ഇതൊന്നും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക, നാമജപങ്ങൾ നടത്തുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, അങ്ങനെയുള്ള ബുക്സുകൾ, ഒരുപാട് പുസ്തകങ്ങൾ ദേവി മഹാത്മ്യം, പിന്നെ അതുപോലെ തന്നെ ശിവപുരാണം, പിന്നെ നാരായണീയം, ഭഗവത്ഗീത, ഭാഗവത, ഇതെങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ, പിന്നെ വേദങ്ങളുണ്ട്. ഈ വേദങ്ങളൊക്കെ വായിക്കുക. ഇതൊക്കെ വായിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, മനസ്സിലായോ? അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്താണ് നമ്മുടെ സംസ്കാരം, എന്താണ് നമ്മുടെ ശക്തി, എന്താണ് നാം ആരാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, നമുക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്, എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ, എന്തിലേക്കാണ് നമ്മൾ പോവേണ്ടത്, എന്താണ് നമ്മുടെ ലക്ഷ്യം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു മനുഷ്യജന്മത്തിന്റെ ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ്. നാം എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് വന്നതാണ്, അവിടേക്ക് നമ്മൾ തിരിച്ചെത്തുക, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഭഗവാനിലേക്ക് നമ്മൾ തിരിച്ചെത്തുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഭൗതിക ജീവിതം തന്നെ നമുക്ക് പലതരത്തിലുള്ള കഷ്ടതകളും ദുരിതങ്ങളും ആയിട്ട് മാറുന്നത്. നമ്മൾ പലതരത്തിലുള്ള മായയിൽ പെട്ടിട്ട് പല കാര്യങ്ങളും നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടും, പല ബാങ്ക് ലോണുകൾ എടുക്കും. ഇതൊക്കെ എന്ന് പറയുന്നത് മായയാണ്. കാരണം നമുക്ക് മറ്റുള്ളവരെ പോലെ വലിയവനായി കാണിക്കണം എന്നുള്ള ആ ഒരു അസൂരിക ചിന്തയാണത്, മനസ്സിലായോ? ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്വസ്ഥത പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നത്, മനസ്സിലായി? അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നമ്മൾ വേറെ വഴി തെറ്റിയിട്ട് നെഗറ്റീവിലോട്ട് നമ്മൾ ചിന്തിക്കും. വഴിതെറ്റിക്കാൻ പല കാര്യങ്ങളും നമ്മുടെ ഭൂമിയിലുണ്ട്. ഇതാണ് മായ എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഈ മായയെ നീക്കി സായുജ്യം നൽകാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ അതിലൂടെ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ആ സ്വരൂപത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോവാൻ സാധിക്കുകയുള്ളൂ. ആ ലോകത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോവാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. ഓം നമഃ ശിവായ.